ഇന്നലെ നീ ടാർജറ്റ് അടിച്ചടാ? എന്റെ ദൈവമേ, ഇത് രാവിലെ തന്നെ നിനക്ക് ചോദിക്കുമ്പോ എന്ത് സുഖോടാ കിട്ടണേ? ഇന്നലെ നീ ടാർജറ്റ് അടിച്ചടാ? എടാ പന്നി, രാവിലെ നിനക്ക് വേറെ എന്തൊക്കെ ചോദിക്കാനുണ്ട്? നീ എഴുന്നേറ്റോ, കുളിച്ചോ, പല്ല് തേച്ചോ? മനുഷ്യന്റെ ഉറക്കം കളയാനായിട്ട് രാവിലെ തന്നെ ടാർഗറ്റ് കോപ്പ് ഒന്ന് വെച്ചിട്ട് പോയ നീ. പറ അളിയാ, ഇന്നലെ നീ ടാർജറ്റ് അടിച്ചടാ? നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേടേ? മനുഷ്യ എല്ലാം മറന്നൊന്ന് ഇരിക്കാൻ പോയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഒരു കോള്. ഞാൻ ഒരിടത്ത് എത്തിയില്ല, നീ എത്തിയ? എന്റെ അവസ്ഥ ശോകാണ്. നീ പിന്നെ വൈ 10 മണിക്കുള്ള മീറ്റിങ്ങിന് കാണാം. സെയിലില്ല പോലും. അവന്റെ ശബ്ദം കേട്ടാ അറിയാം അവ ഇന്നലെ ടാർജറ്റ് അടിച്ചെന്ന്. പന്നി, അവന് മാത്രം ഇത്ര സെയിൽ എവിടെ നിന്ന് കിട്ടുന്നത്? ആശ്വാസായി, ഒരുത്തൻ ഇന്നലെ ടാർജറ്റ് അടിച്ചില്ല. ഇന്നും ഞാൻ തന്നെ ഒന്നാമൻ. പെട്ടെന്നൊന്ന് മീറ്റിംഗ് തുടങ്ങിയാൽ മതിയായിരുന്നു. സാറിനോട് ഇന്ന് മീറ്റിംഗ് ഒന്ന് നേരത്തേക്കാൻ പറയണം. എന്തായാലും ഒന്ന് പെട്ടെന്ന് റെഡിയാവും. ഗുഡ് മോർണിംഗ് ഗായ്സ്. സെയിൽ ചോദിച്ചാൽ നിനക്കൊന്നും ശബ്ദമേ വരില്ല. അറ്റ്ലീസ്റ്റ് ഗുഡ് മോർണിംഗിലൊന്ന് പറയടേ. ആ സാർ, ഞാൻ ഇന്നലെ ടാർജറ്റ് എത്തിയായിരുന്നു. ഗുഡ് ഗോയിങ് അനുമോൻ. വേറെ ആരും ഒന്നും ചെയ്തില്ലേ? സെയിലേ ചെയ്യുന്നില്ല, എന്നാൽ ചെയ്തത് പറയാൻ പറഞ്ഞാൽ അതിനും പറ്റില്ലേ? ഡേ, നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വേറെ ജോലിക്ക് പോകണം, മനസ്സിലായോ? ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രഷർ ഇടുന്നുണ്ടോ? ഉണ്ടോ? ആ സാർ, ഞാൻ ഷോപ്പിലേക്ക് പോകുന്ന വഴിക്കാ. എഗെയിൻ ഗുഡ് വർക്ക് അനുമോൻ. എല്ലാവരും അനുമോനെ കണ്ടുപഠിക്കണം. ഇതുപോലെ രാവിലെ തന്നെ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ അനുമോൻ കൊണ്ടുവരുന്ന പോലുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അരുൺ, ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. അയ്യോ സാർ, ഞാൻ ഹോസ്പിറ്റലാണ്. അടുത്ത് ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. നീ എന്താ മൃഗാശുപത്രിയിലാണോ? ബാക്ക്ഗ്രൗണ്ടിൽ കോഴിയുടെയും പശുവിൻ്റെയും സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അല്ലല്ലോ, എനിക്കറിയാം മനുഷ്യരെ കാണിക്കുന്ന ഹോസ്പിറ്റലിൽ നിന്നെ കാണിക്കാൻ കൊള്ളത്തില്ലെന്ന്. അരുണേ, ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ചെയ്തേ. സോറി സാർ, ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. അരുൺ, ഇന്നലത്തെ സെയിൽ എന്തായി? ഇന്നലെ രാത്രി ഞാൻ വിളിച്ചപ്പോഴും ഏതോ ഒരു ഷോപ്പുകാരൻ ഇപ്പോൾ ചെയ്യാൻ പോവുകയാണ്, 1 മണിക്കൂർ, അരമണിക്കൂർ ഇപ്പോൾ ചെയ്യുമെന്ന് പറഞ്ഞത് നീയാണ്. സാർ, അത് ഇന്നലെ ഒരു ഷോപ്പ് കൊണ്ട് രാത്രി ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ ചെയ്തോന്നും അറിയില്ല അല്ലേ? രാവിലെ ഇത്രയും സമയമായിട്ടും സാർ അത് അന്വേഷിച്ചിട്ടു. സാർ, എന്നൊരു 50 ചെയ്യാം. അപ്പോൾ ബാലൻസ് ഞാൻ വന്ന് ചെയ്യണോ? സാർ, അത് ഞാൻ എന്തെങ്കിലും കൂടുതൽ സാർ. എന്നാൽ 1 ലക്ഷം രൂപ ചെയ്യൂ. ചെയ്യാം സാർ. ഇതും ഇന്നലത്തെ പോലെ രാത്രി ക്ലോസ് ചെയ്യാനുള്ള പ്ലാന് വേണ്ട. എത്ര രാത്രിയായാലും ഞാൻ വിളിക്കും, കേട്ടല്ലോ? ചെയ്യാം സാർ, ഉറപ്പായിട്ടും ചെയ്യാം. എന്താണ് ജെയിംസ് അവിടുത്തെ അവസ്ഥ? വളരെ മോശമാണ് സാർ. ഇന്നലെ അപ്പൂപ്പനെ ആശുപത്രി കൊണ്ടിരുന്നു. ഒരു തുള്ളി ഉറങ്ങാൻ കൂടി പറ്റില്ല. തൻ്റെ കുടുംബകാര്യവും ഉറക്കമില്ലായ്മയും അല്ല ഞാൻ ചോദിച്ചത്. ഇന്നലെ ടാർഗറ്റ് എത്ര ചെയ്തു എന്നാ? സാർ, ഇന്നലെ ഉച്ചവരെ 5000 ചെയ്തായിരുന്നു. അതിനുശേഷം 1-2 ചെയ്യാമെന്ന് പറഞ്ഞു, പക്ഷെ അവർ ചെയ്തില്ല. അപ്പോൾ സാർ അത് അന്വേഷിച്ചുമില്ല. വെരി ഗുഡ്. തനിക്കെന്തെങ്കിലും പ്രശ്നമുണ്ടോ? നീ ഇന്നത്തെ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യം പറയും. സാർ, ഒരു 30,000 ഇന്ന് ചെയ്യാം, ഒരു 50,000 നാളെ ചെയ്യാം. ഉറപ്പായിട്ടും ചെയ്യാം സാർ. 30,000 ഒരു ദിവസം മിനിമം ചെയ്യേണ്ടത് 80,000. എന്നാൽ അതിൻ്റെ പകുതി പോലും ചെയ്യാമെന്ന് പോലും പറയാൻ വയ്യ. ജെയിംസേ, ഇന്ന് നീ 80,000 ചെയ്തില്ലെങ്കിൽ റിസൈൻ ചെയ്ത് പൊയ്ക്കോ. ശരി സാർ, ഇന്ന് ഞാൻ 80,000 ചെയ്യും, ഉറപ്പ്. ജെയിംസേ, ഞാൻ തനിക്ക് എന്തെങ്കിലും പ്രശ്നം ഇടുന്നുണ്ടോ? ഉണ്ടോ ജെയിംസേ? ഇല്ല സാർ. പിന്നെ എന്താ പ്രശ്നം? ചെയ്താൽ നിനക്ക് കൊള്ളാം. താങ്ക് യു സാർ. ഓക്കെ. മുനീറേ, ഉറക്കമാണോ? ശബ്ദമൊന്നും കേൾക്കുന്നില്ലല്ലോ. ആ വീഡിയോ ഒന്ന് ഓൺ ചെയ്തേ. ഗുഡ് മോർണിംഗ് സാർ. എവിടെയാണ് മുനീർ? സാർ, ഞാൻ ഒരു ഷോപ്പ് ഓണർ വീട്ടിൽ വന്നിരിക്കുകയാണ് സാർ. രാവിലെ വന്നിരിക്കുകയാണ്. ആണോ? കുട്ടികളെയും കൊണ്ടാണോ താൻ ജോലിക്ക് പോകുന്നത്? അല്ല, എന്ത് പറ്റി സാർ? തൻ്റെ പുറകിലോട്ടൊന്ന് നോക്കണോ? പിള്ളേരെ ഉള്ള ജോലിയുടെ കളയിക്കുമല്ല ദൈവമേ. കള്ളത്തരം ചെയ്യുന്നതേ ചെയ്യുന്നു, അതെങ്കിലും നേരെ ചെയ്യാൻ പഠിക്കേ. ദൈവമേ, ഇത്രയും ബുദ്ധിയില്ലാത്തവന്മാരല്ലേ എൻ്റെ ടീമിൽ കിട്ടിയിരിക്കുന്നത്. എല്ലാ പേരോടും കൂടി പറയുക, എനിക്ക് ഇതുപോലെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ എല്ലാ മീറ്റിങ്ങിലും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും സാർ ചോദിക്കുന്നതിന് മുന്നേ എല്ലാം അങ്ങോട്ട് പറയുകയും ചെയ്യും. അത് കാരണം സാർ എൻ്റെ പേര് പോലും എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളെല്ലാ പേരും അങ്ങനെ ആയിരിക്കണം.
സാർ ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു സാർ. സത്യം. എന്തായിരുന്നു മുനീർ ഇന്നലത്തെ സെയിൽ? സാർ 2000 ചെയ്തുള്ളൂ. ഞാനൊന്നും പറയുന്നില്ല, വെറും 2000 രൂപ. സാർ മാർക്കറ്റ് ഡൗൺ ആണ് സാർ. ഞാൻ ഇന്ന് 20,000 ചെയ്തേക്കാം. ഞാൻ ഇന്ന് എൻ്റെ ബോസിന് പ്ലാൻ കൊടുക്കുമ്പോൾ പറയാം മുനീറിൻ്റെ മാർക്കറ്റ് ഇന്ന് ഡൗൺ ആണെന്ന്. ഡൗൺ ആണെന്ന് പറഞ്ഞാൽ താഴെ, പാതാളത്തിനും താഴെ. ഈ മാസം തിരഞ്ഞ് വെറും 6 ദിവസം കൂടെ. 20,000 ഇതിനേക്കാൾ ഞാൻ 0 കൊടുത്തോളാം. താങ്ക് യു സാർ. എല്ലാ പേരോടും കൂടി പറയുക, ഈ മാസം ഏറ്റവും മോശമായി വർക്ക് ചെയ്യുന്ന ആളെയൊക്കെ പുറത്താക്കാനാണ് കമ്പനിയുടെ തീരുമാനം. ഉടനെ തന്നെ ഞാനും ബോസും അവരുടെ കൂടെ വിസിറ്റിന് വരുന്നുണ്ട്. ഇന്ന് ഞാൻ 50K ചെയ്യാം സാർ. മാർക്കറ്റ് ഇറങ്ങി. എന്തോന്നാടേ, നിനക്കിത് നേരത്തെ പറഞ്ഞൂടായിരുന്നോ? മുനീറേ, ഞാൻ നിനക്ക് എന്തെങ്കിലും പ്രഷർ ഇടുന്നുണ്ടോ? ഡെയിലി 50 കോളും 150 മെസ്സേജ്. എന്നിട്ട് പ്രഷർ ഉണ്ടോന്ന്? ഇല്ല സാർ, പ്രഷറേ ഇല്ല. ഇപ്പോൾ മാനേജ്മെന്റുമായി എനിക്ക് മീറ്റിംഗ് ഉണ്ട്. ഓരോരോ കള്ളം പറഞ്ഞ് വീട്ടിലിരിക്കുന്നവരെല്ലാം ഉടനെ ഫീൽഡിൽ പൊയ്ക്കോളണം. ഇനിയിപ്പോൾ ആ കാലമടൻ്റെ കോള് വരും. എനിക്ക് ഇതുപോലെ മീറ്റിംഗ് ഉണ്ട്. ഞാൻ എല്ലാ മീറ്റിങ്ങിലും കറക്റ്റ് ടൈമിൽ ജോയിൻ ചെയ്യുകയും എല്ലാ കാര്യങ്ങളും സാർ ചോദിക്കുന്നതിന് മുന്നേ എല്ലാം അങ്ങോട്ട് പറയുകയും ചെയ്യും. അത് കാരണം സാർ എൻ്റെ പേര് പോലും എത്ര സ്നേഹത്തോടെയാണ് വിളിക്കുന്നതെന്ന് അറിയാമോ? ഹലോ സർ. സർ ഗുഡ് മോർണിംഗ്. ഇല്ല സർ, ഇന്നത്തെ ടാർഗറ്റ് എന്തായാലും ചെയ്തിരിക്കും സർ. ആ സർ, ആ സർ. നോ സർ, നോ എക്സ്ക്യൂസ് സർ. ഇതെന്തായാലും ചെയ്തിരിക്കും സർ. ഞാനിപ്പോൾ വീട്ടിലേക്ക് പോവാം. ആ സർ, ആ സർ. സർ രാത്രിക്ക് മുന്നേ ക്ലിയർ ചെയ്യാം സർ.